So clap your hands loudly, ladies and gentlemen. The 25 years of the Jubilee celebration of Reverend Dr. Thomas Kallugalam. Can you have some big music here, please? Let me now invite His Excellence Mar Anthony Karil, Bishop of Mandya Diocese, to felicitate our jubilarian. So with big round of applause, please welcome, ladies and gentlemen, the beloved Bishop of Mandya, Dr. Mar Anthony Karil. ഈ സമ്മേളനത്തിൻ്റെ കേന്ദ്രബിന്ദുവായ നമുക്കൊക്കെ പ്രിയങ്കരനായ ബഹുമാനപ്പെട്ട തോമസ് കല്ലുകളമച്ചൻ, മണ്ഡ്യ രൂപതയുടെ വികാരി ജനറൽ ബഹുമാനപ്പെട്ട മാത്യു കോയിക്കരയച്ചൻ, ചാൻസലർ ബഹുമാനപ്പെട്ട ജോമോൻ കോലഞ്ചേരി അച്ചൻ, റെക്ടർ ബഹുമാനപ്പെട്ട തോമസ് ഐക്കരയച്ചൻ, ഇടവകയുടെ ചീഫ് ട്രസ്റ്റി ശ്രീ ജെയിൻ മാത്യു സാർ, വാർഡ് കൗൺസിലറായ ശ്രീ മഞ്ജുനാഥ്, ടോമി കല്ലറയ്ക്കൽ സാർ, പ്രിയ വൈദികരെ, സിസ്റ്റേഴ്സ്, മാതാപിതാക്കളെ, യുവതി യുവാക്കളെ, പ്രിയ കുഞ്ഞുമക്കളെ, മനോഹരമായ ഈ ചടങ്ങിൽ സംബന്ധിക്കുവാൻ സാധിക്കുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഇത് ഒരു ദൈവിക അനുഗ്രഹമായി തന്നെ ഞാൻ കരുതുകയാണ്. ആദ്യമായി തന്നെ ജൂബിലിയുടെ നിറവിൽ ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട തോമസ് കല്ലുകളമച്ചന് നിങ്ങളുടെ എല്ലാവരുടെയും നാമത്തിൽ ജൂബിലിയുടെ 100 മംഗളങ്ങൾ ഞാൻ ആശംസിക്കുകയാണ്. ഞാൻ അറിയുന്ന ബഹുമാനപ്പെട്ട കല്ലുകളമച്ചൻ ശാന്ത സ്വഭാവക്കാരനായ കല്ലുകളമച്ചൻ, പക്ഷേ എല്ലാം വളരെ ഭംഗിയായി ചെയ്യുന്ന ഒരു നല്ല വികാരിയച്ചൻ. ആദ്യത്തെ ഫിലിമിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം ഒരു വൈദിക വിദ്യാർത്ഥി ആയിരുന്നപ്പോൾ മുതലുള്ള പരിചയമാണ് ഞങ്ങൾ തമ്മിലുള്ളത്. ഏകദേശം 30 വർഷത്തെ പരിചയം. പ്രധാനമായും അജപാലന രംഗത്താണല്ലോ അദ്ദേഹം സേവനം ചെയ്തിരുന്നത്. നമ്മുടെ ഈ ഇടവക പള്ളിയിൽ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന സേവനങ്ങളെല്ലാം ഈ അവസരത്തിൽ നന്ദിപൂർവ്വം അനുസ്മരിച്ചു കൊള്ളട്ടെ. ഇടവകങ്ങൾ പലരും ഇവിടെ ഇരിപ്പുണ്ട്, മിക്കവാറും എല്ലാവരും തന്നെ ഇവിടെ ഇരിപ്പുണ്ട് എന്ന് ഞാൻ കരുതുകയാണ്. നമുക്കറിയാവുന്നതുപോലെ ഈ ഇടവകയുടെ ആധ്യാത്മികവും ഭൗതികവുമായ ഉന്നതി ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അദ്ദേഹം ഇന്ന് ഇവിടെ സേവനനിരതനായിരിക്കുന്നത്. ആ സേവന രംഗങ്ങളിലൂടെ നാം ഇന്ന് കടന്നു പോവുകയുണ്ടായി. സമ്മേളനത്തിൻ്റെ ആദ്യം നാം കണ്ട ആ ചെറിയ ഫിലിമിൽ പരിശുദ്ധ പിതാവ് പറയുന്നത് പോലെ ആടുകളുടെ മണമറിയുന്ന ഒരു ഇടയനാണ് ബഹുമാനപ്പെട്ട തോമസ് അച്ചൻ. അതുകൊണ്ട് തന്നെ ഇടവകാംഗങ്ങൾ ഓരോരുത്തരുടെയും ആവശ്യം മനസ്സിലാക്കി അവരുടെയൊക്കെ വീടുകളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് അവർക്കൊക്കെ സേവനം ചെയ്യുവാനായിട്ട് അദ്ദേഹം പരിശ്രമിക്കുന്നു. അതിന് അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്യുന്നു. കുഞ്ഞു കൊച്ചുങ്ങളുടെ, യുവതി യുവാക്കന്മാരുടെ, പ്രായമായവരുടെ എന്നുവേണ്ട എല്ലാവരുടെയും അവരവരുടെ ആവശ്യം മനസ്സിലാക്കി അവർക്ക് വേണ്ട തരത്തിലുള്ള സേവനം ചെയ്യുവാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്യുന്നു. പാവപ്പെട്ടവരോട് അദ്ദേഹത്തിന് ഒരു പ്രത്യേക താല്പര്യമുണ്ട് എന്ന് നമുക്കൊക്കെ അറിയാവുന്നതാണ്. നമ്മുടെ ഈ ഇടവക പലതരത്തിൽ പ്രത്യേകതയുള്ള ഒരു ഇടവകയാണ് എന്ന് നമുക്കൊക്കെ അറിയാമല്ലോ. ബാംഗ്ലൂർ അതിരൂപതയിലെ ആദ്യത്തെ സീറോ മലബാർ ഇടവക, മാണ്ഡ്യ രൂപത ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തപ്പോൾ മാണ്ഡ്യ രൂപതയിൽ ചേർന്നു. ഇന്നും മാണ്ഡ്യ രൂപതയുടെ കീഴിലുള്ള ഏറ്റവും വലിയ രൂപത. പല ഇടവക ദേവാലയങ്ങൾ ഈ ഇടവക ദേവാലയത്തിൽ നിന്നും പോയിട്ടുണ്ടോ എങ്കിലും ഇപ്പോഴും ഏറ്റവും വലിയ ഇടവക ദേവാലയമായിട്ട് ഈ ഇടവക ദേവാലയം നിലകൊള്ളുകയാണ്. നിങ്ങളൊക്കെ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ
മാണ്ഡ്യ രൂപതയിലെ മറ്റുള്ള പള്ളികൾ ഉള്ള ആളുകൾ നോക്കിക്കാണുന്നുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഇടവകയിലെ പ്രവർത്തനങ്ങൾ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു റോൾ മോഡൽ തന്നെയാണ്. കാരണം അത്ര ഭംഗിയായിട്ടാണ് നിങ്ങൾ എല്ലാ കാര്യങ്ങളും ബഹുമാനപ്പെട്ട തോമസ് കല്ലുകളച്ചൻ്റെ നേതൃത്വത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് നിങ്ങൾ എല്ലാവരും തന്നെ അഭിനന്ദനം അർഹിക്കുന്നവരാണ്. മാണ്ഡ്യ രൂപതയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മാണ്ഡ്യ രൂപതയും ഈ ഇടവകയും തമ്മിൽ വളരെ സൗഹൃദപരമായ ഒരു ബന്ധമാണ് ഉള്ളത്. മാണ്ഡ്യ രൂപതയ്ക്ക് ഏറ്റവും അധികം കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇടവകയാണ് ഈ സെൻറ്റ് തോമസ് ദേവാലയം, സെൻറ്റ് തോമസ് ഇടവക എന്നുള്ള വസ്തുത നന്ദിപൂർവ്വം ഞാൻ ഈ അവസരത്തിൽ അനുസ്മരിക്കുകയാണ്. ഈ അവസരത്തിൽ പ്രത്യേകിച്ച് നിങ്ങളെല്ലാവരെയും, അതിലും പ്രത്യേകിച്ച് ഇടവകയുടെ ട്രസ്റ്റിമാരെ പ്രത്യേകമായി ഞാൻ നന്ദിപൂർവ്വം ഓർക്കുന്നു. ഒരുപക്ഷേ ഞാൻ ഇവിടെ ദീർഘകാലം ഉണ്ടായിരുന്നത് കൊണ്ട് നിങ്ങളിൽ പലരോടും, പ്രത്യേകിച്ച് ട്രസ്റ്റുകൾ മിക്കവാറും എല്ലാ ട്രസ്റ്റുകളെയും എനിക്ക് വ്യക്തിപരമായിട്ട് പരിചയമുള്ളവരാണ്. ഈ വ്യക്തിപരമായ പരിചയം ഉള്ളതുകൊണ്ട് തന്നെയാണ് എന്നെനിക്ക് തോന്നുന്നു മാണ്ഡ്യ രൂപതയും നമ്മുടെ ഈ ഇടവകയും തമ്മിൽ വളരെ സൗഹാർദ്ദപരമായിട്ട് മുന്നേറുവാനായിട്ട് നമുക്ക് ഇപ്പോൾ സാധിക്കുകയും ചെയ്യുന്നു. ട്രസ്റ്റിമാരോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നതോടൊപ്പം അവരെല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. അവരുടെ ഈ പ്രവർത്തനങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത് ബഹുമാനപ്പെട്ട തോമസ് അച്ഛനാണ്. 1600ഓളമുള്ള വീട്ടുകാർ, കുടുംബക്കാർ, നിരവധി പ്രവർത്തനങ്ങൾ, അവയെല്ലാം ക്രോഡീകരിക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് നമുക്കൊക്കെ അറിയാം. പക്ഷേ അവ മനോഹരമായി അദ്ദേഹം എല്ലാം ഓർഗനൈസ് ചെയ്യുന്നു. അതിന് പ്രധാന കാരണം അദ്ദേഹത്തിന് ആധ്യാത്മിക ജീവിതത്തിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടുന്ന ശക്തിയാണ്. നമുക്കറിയാം, ഇവിടെയുള്ള നിത്യാരാധന ചാപ്പൽ അദ്ദേഹത്തിൻ്റെ ഭാവനയിൽ ഉയർന്നു വന്ന ഒരു ആശയമാണ്. ആ ചാപ്പലിൽ പോയിരുന്ന് ദീർഘനേരം പ്രാർത്ഥിച്ച് ആ പ്രാർത്ഥനയിൽ നിന്ന് ശക്തി സംഭരിച്ചുകൊണ്ടാണ് അദ്ദേഹം പ്രവർത്തന നിരതനായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാം വളരെ ഭംഗിയായി ചെയ്യുവാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്യുന്നു. തോമസ് കല്ലുകളം അച്ഛനാകുന്ന ആ വലിയ ദാനത്തിന് ഈ അവസരത്തിൽ നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. 40-40 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തെ CMI സന്യാസ സമൂഹത്തിലേക്ക് പറഞ്ഞുവിട്ട അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളെ, ബന്ധുമിത്രാദികളെ എല്ലാവരെയും നമുക്ക് നന്ദിപൂർവ്വം അനുസ്മരിക്കാം. അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ ദാനങ്ങൾക്കും എല്ലാ സേവനങ്ങൾക്കും നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഇനിയും ദൈവജനത്തിനു വേണ്ടി വളരെയധികം ചെയ്യുവാനായിട്ട് സർവശക്തനായ ദൈവം അദ്ദേഹത്തെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ജൂബിലിയുടെ 100 മംഗളങ്ങൾ ഒരിക്കൽ കൂടി അദ്ദേഹത്തിന് സ്നേഹപൂർവ്വം നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. You have responded to our invitation so joyfully and have spent your precious time with us, which indeed is a mark of your love for us as parishioners and as a diocese at large. Thank you, Your Excellency. Thank you, Sir Bishop of Mandya, ladies and gentlemen. അച്ഛനെ ചിലപ്പോൾ നമ്മൾ ഓഫീസിൽ കാണാൻ പോകുമ്പോൾ അച്ഛൻ ചിലപ്പോൾ സീരിയസ് ലുക്കിലായിരിക്കും. അപ്പോൾ നമ്മൾ അച്ഛൻ്റെ പേര് ഓർമ്മ വരിക, കല്ലുക്കളം. അച്ഛൻ്റെ ഹൃദയം കല്ലാന്ന് വിചാരിക്കും. അപ്പോൾ അതൊക്കെ ഒരു പാട്ടിലൂടെ പറയുകയാണെങ്കിൽ, എല്ലാവരും ചൊല്ലന് കല്ലാണ് നെഞ്ചിലെന്ന്, കരിങ്കല്ലാണ് നെഞ്ചിലെന്ന്, ഞാനൊന്ന് തൊട്ടപ്പോ നീലക്കരിമ്പുണ്ട്, തൊണ്ടാണ് കണ്ടതയ്യാ, ചക്കര തൊണ്ടാണ് കണ്ടതയ്യാ. അത്ര മധുരമായ ഹൃദയമാണ് നമ്മുടെ ഡോക്ടർ തോമസ് കല്ലുകുളത്തിന്. So to talk on behalf of our parish, please welcome, ladies and gentlemen, our old beloved vicar, Reverend Dr. Matthew Koikarachana ആരാ ഇവിടെ അറിയാത്ത എല്ലാവരും please give a big round of applause for our own Father Matthew Koikara. Please welcome, ladies and gentlemen, Dr. Matthew Koikara to say a few words about our beloved Father Thomas Kallugalam. അഭിവന്യ പിതാവേ, ഇന്നത്തെ നമ്മുടെ ഈ സമ്മേളനത്തിൻ്റെ താരമായിരിക്കുന്ന ഏറ്റവും സ്നേഹം നിറഞ്ഞ തോമസ് അച്ഛ, ബാംഗ്ലൂരിലെ സിറോ മലബാർ സഭയുടെ തുടക്കം മുതൽ അതിൻ്റെ എല്ലാ തുടിപ്പുകളും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന, നേതൃത്വം നൽകുന്ന, പ്രോത്സാഹനം നൽകുന്ന സ്നേഹം നിറഞ്ഞ റക്ടറച്ച, നമ്മുടെ
ഈ ഇടവകയുടെ നേതൃത്വം എടുത്തിരിക്കുന്ന ട്രസ്റ്റുകളുടെ പ്രധാനിയായിട്ടുള്ള പ്രൊഫസർ ജെയിൻ ആൻഡ് മിസ്റ്റർ ടോമി കലറയ്ക്കൽ, നമുക്കെപ്പോൾ സഹായം വേണമോ അപ്പോൾ ഓടിയെത്തുന്ന മിസ്റ്റർ കോർപ്പറേറ്റർ മഞ്ജുനാഥ്, ഈ ഇടവകയുടെ നേതൃത്വം എടുത്തിരിക്കുന്ന ട്രസ്റ്റിമാരെ, കൗൺസിലേഴ്സ്, സ്നേഹബഹുമാനപ്പെട്ട അച്ഛന്മാരെ, സിസ്റ്റേഴ്സ്, ബ്രദേഴ്സ്, സഹോദരി സഹോദരങ്ങളെ, കുഞ്ഞുമക്കളെ, വളരെ സന്തോഷമുണ്ട് ഇന്നേ ദിവസം ഇവിടെ ആയിരിക്കുന്നതിൽ. സെൻറ്റ് തോമസ് ഇടവകയുമായിട്ട് വളരെയധികം അലിഞ്ഞു ചേർന്നിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന നിലയിൽ, അതിനേക്കാൾ ഉപരിയായിട്ട് അതിന് നേതൃത്വം കൊടുക്കുന്ന സ്നേഹം നിറഞ്ഞ തോമസ് അച്ഛൻ 1981-90കളിലൊക്കെ ക്ലാസ്സിലിരുന്ന ഒരു മിടുമിടുക്കൻ, അതിനുശേഷം പല നിലകളിലൂടെ വളർന്ന് നമ്മുടെയൊക്കെ മനസ്സിൽ ഒരു ധ്യാന ഗുരുവിൻ്റെ ചിത്രമാണ് നാളിതുവരെ ഉണ്ടായിരുന്നതെങ്കിൽ, നമ്മുടെ MC ഷാജി ജോൺ സൂചിപ്പിച്ചതുപോലെ ഒരു ചുള്ളൻ്റെ മുഖഭാഗവും, അതിനേക്കാൾ യുവാക്കളുടെ ചൈതന്യമേറ്റുകൊണ്ട് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ആധ്യാത്മിക ഗുരുവിൻ്റെ രജത ജൂബിലി പൗരോഹിത്യത്തിൻ്റേത് ആശംസകൾ നൽകുവാനായിട്ട് അതിയായ സന്തോഷമുണ്ട്. തോമസ് അച്ഛൻ്റെ പുസ്തകത്തിലെ വൈദികരുടെ, സന്യാസികളുടെ മധ്യസ്ഥനായിട്ടുള്ള ജോൺ മരിയ വിയാനിയുടെ ഒരു വാചകം എടുത്തുകൊണ്ടാണ് ഇവിടുത്തെ സ്വാഗതം ആരംഭിച്ചത്. പ്രീസ്റ്റ്ഹുഡ് ഈസ് ദ ലവ് ഓഫ് ദ ഹാർട്ട് ഓഫ് ജീസസ്. ഈശോയുടെ ഹൃദയത്തിൻ്റെ സ്നേഹമാണ് പൗരോഹിത്യം എന്ന് പറയുന്നത്. ആ പൗരോഹിത്യം മനസ്സിലാക്കുവാനായിട്ട് സ്വർഗത്തിൽ പോകണമത്രേ. കാരണം ഈ ഭൂമിയിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഒരു പരിധിവരെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. പല പ്രസംഗങ്ങളിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു. ഇവിടെ ഇരിക്കുന്ന സഹോദരി സഹോദരങ്ങളും കുഞ്ഞുമക്കളുമൊക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതാണ്. കുഞ്ഞുങ്ങൾക്ക്, യുവതി യുവാക്കന്മാർക്ക്, മധ്യവയസ്കർക്ക്, പ്രായമായവർക്ക് എല്ലാവർക്കും വളരെയധികം കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പോകുന്ന സ്നേഹം നിറഞ്ഞ അച്ഛൻ്റെ പ്രവർത്തനങ്ങളുടെ ഫലം നമ്മളിവിടെ അനുഭവിക്കുന്നുണ്ട്. എന്നാൽ അതിൻ്റെ പിന്നിലുള്ള വേദനകളും ത്യാഗവും പ്രാർത്ഥനയും വിശ്വാസവുമൊക്കെ അതിൻ്റെ പൂർണ്ണതയിൽ കാണണമെങ്കിൽ സ്വർഗത്തിലെത്തണമെന്നാണ് വിശുദ്ധ ജോൺ വിയാനി പഠിപ്പിക്കുക. ഈശോയെ, ദൈവത്തെ മുഖാമുഖം കാണുവാനായിട്ട് ഈ സേവനമെല്ലാം ഏറ്റുവാങ്ങിയവരെല്ലാം അവിടെ ഉണ്ടാകും. എന്താണ് ഈ സമൂഹത്തിന് വേണ്ടിയിട്ട് സ്നേഹം നിറഞ്ഞ തോമസ് അച്ഛൻ നൽകിയത് എന്ന് പൂർണ്ണതയിൽ അറിയണമെങ്കിൽ ഒരു പരിപാടി ആസൂത്രണം ചെയ്യുമ്പോൾ അത് മനോഹരമായിരിക്കുന്നു, എല്ലാവരുടെ സഹകരണത്തിലൂടെ നമ്മൾ ചെയ്യുന്നു, നമ്മളെപ്പോഴും കാണുന്നതിൻ്റെ ബാഹ്യമായിട്ടുള്ള കാര്യം മാത്രമാണ്. എന്നാൽ അതിൻ്റെ പിന്നിലെ അനുഭവിക്കുന്ന ത്യാഗവും സ്നേഹവും ശുശ്രൂഷയും പങ്കുവയ്ക്കലും സ്വയമില്ലായ്മയും ഒക്കെ ഒരു വൈദികൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് സ്നേഹം നിറഞ്ഞ തോമസ് അച്ഛൻ കഴിഞ്ഞ 25 വർഷങ്ങളിലൂടെ. ഒറ്റ വാക്കിൽ എൻ്റെ മനസ്സിൽ വരുന്ന ഒരു വാക്ക്, ഈസ് എ സ്പിരിച്വൽ ഫോർമേറ്റർ. സ്പിരിച്വൽ എന്ന് പറയുമ്പോൾ, ആധ്യാത്മികത എന്ന് പറയുമ്പോൾ ദൈവികമായിട്ടുള്ള ബന്ധം, അത് സഹോദരങ്ങളായിട്ടുള്ള ബന്ധമാണ്, പ്രകൃതിയുമായിട്ടുള്ള ബന്ധമാണ്. സകല വിധത്തിലും ബന്ധപ്പെട്ട് ദൈവത്തിൻ്റെ പക്കലേക്ക് നയിക്കുവാനായിട്ടുള്ള ഒരു പരിശീലകനാണ്. എല്ലാ തരത്തിലെടുത്താലും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു, യുവജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു, മധ്യവയസ്കർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു, പ്രായമായവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. ഇവരുടെ എല്ലാം കൂട്ടായ്മകളിലൂടെ തോമസ് അച്ഛൻ ചെയ്തുകൊണ്ടിരിക്കുന്ന നിസ്തുലമായിട്ടുള്ള സേവനം നാം ഇന്ന് അനുസ്മരിക്കുകയാണ്. പ്രധാനമായിട്ടും ഇവിടെ നിന്ന് ഞാൻ ജോലി കഴിഞ്ഞ് പോകുമ്പോൾ മനസ്സിലുണ്ടായിരുന്നു, വിശുദ്ധ മദർ തെരേസ പ്രാർത്ഥിച്ചതുപോലെ എന്നെക്കാളും നല്ല കഴിവും വിശുദ്ധിയും അറിവും നെറിവുമുള്ള ഒരു വൈദികനെ ലഭിക്കണമെന്ന് പ്രാർത്ഥിച്ചിരുന്നു. സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ, ഹൃദയം തുറന്ന് പറയുവാൻ സാധിക്കും, തോമസ് അച്ഛൻ ആണ് എന്നറിഞ്ഞപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമുണ്ടായി. കാരണം ചെത്തിപ്പുഴയിലെ വികാരിയായിട്ട് പ്രവർത്തിച്ച അനുഭവങ്ങൾ, അവിടുത്തെ ആളുകളുടെ സഹകരണം, ഇടയനെടുത്ത ദൗത്യത്തിൻ്റെ നിർവഹണം, ഇതെല്ലാം കേട്ടറിഞ്ഞപ്പോൾ ഒരു ആധ്യാത്മികതയുള്ള ഒരു ഗുരുവിനെയാണ് നമുക്ക് ഇടവക വിരിയായിട്ട് ലഭിച്ചിരിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. നിങ്ങളെല്ലാവരും അനുഭവിച്ചതാണ്. ഈ അവസരത്തിൽ
ഒരു ആധ്യാത്മിക ഗുരു എന്ന വിധത്തിലും പരിശീലനം എന്ന വിധത്തിലും യുവജനങ്ങളുടെ നേതാവ് എന്ന വിധത്തിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ വലിയ സേവനത്തെ ഇന്നേ ദിവസം ഞാൻ ഓർമ്മിക്കുകയാണ്. രണ്ടാമതായിട്ട് എനിക്ക് പറയുവാനുള്ളത്, അഭിമന്യ പിതാവ് സൂചിപ്പിച്ചതുപോലെ മണ്ഡ്യ രൂപത വിസ്തൃതമായപ്പോൾ വളരെയധികം പ്രവർത്തനങ്ങൾ നാം നടത്തുന്നുണ്ട്. എന്നാൽ നമുക്ക് പലപ്പോഴും ഒരുമിച്ച് കൂടുവാനായിട്ടുള്ള ഇത്രയും വിശാലമായിട്ടുള്ള ഹോളുകളോ സൗകര്യങ്ങളോ ഉള്ള കെട്ടിടങ്ങളൊന്നും നമുക്കില്ല എങ്കിൽ ബഹുമാനപ്പെട്ട തോമസ് അച്ഛനുമായിട്ട് സംസാരിച്ച് കഴിയുമ്പോൾ ഒരിക്കലും ഒരു നോ പറഞ്ഞിട്ടില്ല. പല പ്രാവശ്യം വേണമെങ്കിൽ പറയാമായിരുന്നു. പ്രിയപ്പെട്ടവരെ, അദ്ദേഹത്തിൻ്റെ ദൈവജനത്തോടുള്ള പ്രതിബദ്ധത ഒന്ന്, അതിനേക്കാൾ ഉപരിയായിട്ട് അദ്ദേഹം അംഗമായി തീർന്നിരിക്കുന്ന ഈ മണ്ഡ്യ രൂപതയോടുള്ള സ്നേഹം. മണ്ഡ്യ രൂപതയുടെ നേതൃത്വത്തിൽ എന്തെല്ലാം പരിപാടികൾ നടക്കുന്നുവോ, ഇപ്പോൾ തന്നെ അടുത്ത മാസം നമ്മുടെ ബൈബിൾ കലോത്സവം നടക്കുന്നത് ഇവിടെയാണ്. മിക്കവാറും മാസങ്ങളിൽ പൊതുവായിട്ടുള്ള പ്രവർത്തനങ്ങളുണ്ട്, ചെറുതാകട്ടെ വലുതാകട്ടെ. ഒരിക്കലും ഒരു പ്രാവശ്യമെങ്കിലും നോ പറയുന്നതിനേക്കാൾ ഉപരിയായിട്ട് എന്താണ് കൂടുതൽ ചെയ്യേണ്ടത് പറയുന്നതിനേക്കാൾ കൂടുതലായിട്ട് ചെയ്തുകൊണ്ട് വളരെ വിശാല മനസ്സോടുകൂടി, അത് ഞങ്ങളോട് മാത്രമല്ല ഇവിടെ വരുന്ന ദൈവജനത്തോടും ആ ഒരു വലിയ സ്വാഗതാർഹമായിട്ടുള്ള സ്വീകരണം കൊടുത്തുകൊണ്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അഭിമന്യ പിതാവിടെ ഉള്ള സമയത്ത് തന്നെ, നമ്മുടെ ബഹുമാനപ്പെട്ട ചാൻസലർ അച്ഛൻ ഇവിടെ ഉള്ളപ്പോൾ തന്നെ പൊതുവായിട്ട് നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും, എല്ലാ സഹകരണത്തിനും പ്രോത്സാഹനത്തിനും സഭയുള്ള സ്നേഹത്തിൻ്റെ അടയാളമായിട്ട് ഞാൻ കണ്ടുകൊണ്ട് വ്യക്തിപരമായിട്ട് ദൈവജനത്തിന് കൊടുക്കുന്നതോടൊപ്പം തന്നെ വലിയ സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട്, നമ്മുടെ രൂപതയുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യുവാൻ തയ്യാറുള്ള മനസ്സോടുകൂടി തന്നെയാണ് ബഹുമാനപ്പെട്ട തോമസ് അച്ഛൻ പ്രവർത്തിച്ചിട്ടുള്ളത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ഇടവകയുടെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തോമസ് അച്ഛൻ തന്നെ കണക്കാക്കുന്നു, ഞാൻ മനസ്സിലാക്കുന്നു, വിശ്വാസ പരിശീലനമാണ്. രൂപതയ്ക്ക് 14 കമ്മീഷണേഴ്സ് ഉണ്ടെങ്കിൽ രൂപത വിസ്തൃതമാകുന്നതിന് മുമ്പ് നമ്മളിവിടെ പ്രവർത്തിച്ചിരുന്നത് ബാംഗ്ലൂർ മിഷൻ എന്ന രീതിയിലാണെങ്കിൽ ഏറ്റവും പ്രാധാന്യം നമ്മൾ കൊടുത്തിരുന്നത് കുട്ടികളുടെ വിശ്വാസ പരിശീലനത്തിനായിരുന്നു. ആ വിശ്വാസ പരിശീലനത്തെ ആരുടെ കയ്യിൽ ഏൽപ്പിച്ചാൽ ഭദ്രമായിരിക്കുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് സ്നേഹം നിറഞ്ഞ റക്തത്തിനോട് ആലോചിച്ചുകൊണ്ട് നമ്മുടെ തോമസ് അച്ഛനെ ഏൽപ്പിച്ചത്. വളരെ മനോഹരമായ വിധത്തിൽ. അത്ര എളുപ്പമല്ല പ്രിയപ്പെട്ടവരെ. നമുക്ക് ഇതുവരെ 24 ഇടവകളുണ്ടായിരുന്നു. ഇന്ന് പുതിയതായിട്ടൊരു ഇടവക കൂടി ഉണ്ടായി, ക്രൈസ്റ്റ് ദ കിങ് കുലഹള്ളി. അത് അഭിമന്യ പിതാവ് ഡിക്ലെയർ ചെയ്തു, ഇറ്റ്സ് എ പാരിഷ് ആൻഡ് ദിസ് ഈസ് ദ 25th പാരിഷസ്. ഈ 25 പാരിഷുകളും ദിവ്യകരണ കേന്ദ്രങ്ങളിലുള്ള വൈദികരെയും ഗുരുഭൂതരെയും കുട്ടികളെയും ഒക്കെ ഒന്നിപ്പിച്ച് കൊണ്ടുപോകുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. ബട്ട് ഹി ഡസ് ഇറ്റ് വെരി വെൽ. ഈ അവസരത്തിൽ എല്ലാത്തിനും നന്ദിയുടേതായിട്ടുള്ള വാക്കുകൾ ഞാൻ ഇവിടെ പ്രകടിപ്പിക്കുകയാണ്. തോമസ് അച്ഛനോട് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഈശോയുടെ ഹൃദയത്തിൻ്റെ സ്നേഹത്തിൻ്റെ സ്പന്ദനങ്ങൾ പലതരത്തിലുള്ള പ്രവൃത്തികളിലൂടെ അനുഭവിക്കുവാനായിട്ട് സാധിച്ചത് ഈ 25 വർഷം നമുക്ക് നന്ദിയോടെ സ്മരിച്ചുകൊണ്ട് കൂടുതൽ വർഷങ്ങൾ ഇനിയും പ്രവർത്തനം ചെയ്യുവാനായിട്ടുള്ള ആരോഗ്യം കൊടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ സാന്നിധ്യം കൊടുക്കുന്ന ഈ കഴിഞ്ഞ ദിവസത്തിലായിരുന്നു രാമപുരത്തെ വിശുദ്ധ വാഴ്ത്തപ്പെട്ട നിരയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്ന കുഞ്ഞച്ചൻ തേവർവർമ്മൽ അഗസ്റ്റിൻ. പെട്ടെന്ന് തോമസ് അച്ഛനെ കാണുമ്പോൾ എൻ്റെ മനസ്സിൽ വരാറുണ്ട്, കുഞ്ഞച്ചനെന്ന് വിളിക്കുന്നത് ഓമനപ്പേരാണ്, പൊക്കം കുറവായതുകൊണ്ട്. തോമസ് കാളശ്ശേരി പിതാവ് ചോദിച്ചു, മോനെ നീ അച്ഛനായി കഴിഞ്ഞാൽ എങ്ങനെയാണ് സക്രാരി തുറക്കുക, എനിക്ക് പൊക്കം കുറവാണല്ലോ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മനോഹരമായ പള്ളിയുടെ അൾത്താരകളെയൊക്കെ മനോഹരമാക്കി തീർക്കുവാനായിട്ട് പൊക്കം കുറവെങ്കിലും വലിയ മനസ്സിനുടമയായിട്ടുള്ള തോമസ് അച്ഛന് സാധിച്ചിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഈ വർഷങ്ങൾ 25 വർഷങ്ങളിലൂടെ ചെയ്യുവാൻ സാധിച്ചതിന് ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. അദ്ദേഹത്തെ CMI സഭയ്ക്ക് പ്രദാനം ചെയ്ത പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, ബന്ധുജനങ്ങളെ, സുഹൃത്തുക്കളെ എല്ലാവരെയും നന്ദിയോടെ ഇന്ന് ദിവസം സമർപ്പിക്കുകയാണ്. ഒരു കടപ്പാടിൻ്റെ ദിവസമാണിത്. 25 വർഷത്തെ നീണ്ട പൗരോഹിത്യ ജീവിതത്തിലൂടെ ലഭിച്ചിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും ഇവിടെ വന്നു ചേർന്നിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ ഞാൻ നന്ദി പറയുന്നു, മംഗളങ്ങൾ ആശംസിക്കുന്നു. രജത ജൂബിലിയിൽ നിന്നും സുവർണ ജൂബിലേക്ക് കടന്നു പോകുന്ന ഒരു വിശുദ്ധനായ വൈദികനെ നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് സ്വീകരിക്കാനായിട്ട് പരിശ്രമിക്കുകയും ചെയ്യാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടി രജത ജൂബിലിയുടെ എല്ലാവിധ മംഗളങ്ങൾ ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. Like how Isaiah 49:13 says, "Tell the heaven and earth to celebrate and sing. Command every mountain to join in the song." And so, let us now celebrate and spread the sweetness of this joy by cutting the cake
and remark this day of joy and happiness. I don't know if you all can see, but there's a suspense inside that. May I call upon the dignitaries to come forward? സെന്റ് തോമസ് പാരീഷിലെ എല്ലാ ട്രസ്റ്റിമാരുടെ പേരിലും അതുപോലെ തന്നെ ഇവിടെ കൂടിയിരിക്കുന്ന ഓരോ കുടുംബാംഗങ്ങളുടെ പേരിലും നമ്മുടെ വികാരിയച്ഛന് ഹൃദയം നിറഞ്ഞ സിൽവർ ജൂബിലി ആഘോഷങ്ങൾ ആശംസിക്കുകയാണ്. I told you there's a suspense over there. Put your hands together. ആശംസഗാനം പാടാം പാടാം ആമോദരാഗം മൂളാം മൂളാം. Let me call upon our BBMP Corporator, Shri G. Manjunath, to say a few words and wish our jubilarian. ಈ ದಿನದ ಕೇಂದ್ರ ಬಿಂದು ಆಗಿರುವಂಥ ಪರಮ ಪೂಜ್ಯ ಧರ್ಮಗುರುಗಳಾದ ಡಾಕ್ಟರ್ ಥಾಮಸ್ ಕಳ್ಳಕೊಳಂ ಸರ್ ಅವರೇ, ಮತ್ತೊಬ್ಬರು ಅತ್ಯುತ್ತಮ ಸ್ಥಾನವನ್ನು ಪಡೆದಿರುವಂಥ ಬಿಷಪ್ರವರು ಧರ್ಮಗುರುಗಳಾದ ಆಂಟೋನಿ ಕರಿಯಲ್ ಗುರುಗಳೇ, ಮತ್ತೊಬ್ಬರು ಡಾಕ್ಟರ್ ಥಾಮಸ್ ಐಕ್ರಾ ರವರೇ, ಮತ್ತೊಬ್ಬರು ಜಾನ್ ಮ್ಯಾಥ್ಯೂರವರೇ, ಪರಮ ಪೂಜ್ಯ ಸೆರೀನ್ರವರೇ, ಪ್ರೊಫೆಸರ್ ಟಾಮಿರವರೇ, ನೆರೆದಿರುವ ಎಲ್ಲ ಪರಮ ಪೂಜ್ಯ ಗುರುಗಳಾದ ಫಾದರ್ಸ್ ಅವರೇ ಮತ್ತು ಸಿಸ್ಟರ್ಸ್ ಅವರೇ, ಬ್ರದರ್ಸ್ ಅವರೇ, ತಾಯಂದಿರೇ, ಎಲ್ಲ ಬಂಧುಗಳೇ, ಈ ಒಂದು ಭಾಗದಲ್ಲಿ ಅತ್ಯುತ್ತಮವಾದಂಥ ಒಂದು ಸನ್ನಿಧಿಯಲ್ಲಿ ದೇವಾಲಯದಲ್ಲಿ ಧರ್ಮಗುರುಗಳಾಗಿ ಸತತವಾಗಿ 6 ವರ್ಷದಿಂದ ಈ ಒಂದು ಕಾರ್ಯಕ್ರಮ ಪ್ರಾರ್ಥನೆಯೊಂದಿಗೆ ತಮ್ಮ ದೈನಂದಿನ ದಿನಗಳಲ್ಲಿ ಇವತ್ತು ಸಿಲ್ವರ್ ಜೂಬ್ಲಿ 25ನೇ ವರ್ಷದ ವಾರ್ಷಿಕೋತ್ಸವವನ್ನು ಆಚರಿಸ್ಕೊಳ್ತಾಯಿದ್ದೀವಿ. ನಾವು ಯಾವುದೇ ಕೆಲಸ ಕಾರ್ಯಗಳು ವಾರವಿಡೀ ದಿನ ಕೆಲಸ ಮಾಡ್ಕೊಬರ್ತೀವಿ, ಆದರೆ ಭಾನುವಾರ ದಿವಸ ಬಂದು ನಾವು ಆ ಪ್ರಾರ್ಥನೆಯಲ್ಲಿ ಬಂದರೆ ಅವರ ಪ್ರಾರ್ಥನೆ ಮತ್ತು ಅವರ ಬೋಧನೆ ಮುಖಾಂತರ ನಮ್ಮ ಕಷ್ಟ ಸುಖಗಳು ಎಲ್ಲ ನೆಮ್ಮದಿಯಾಗಿ ಒಂದು ಮತ್ತೆ ಸೋಮವಾರದಿಂದ ಮಾರನೇ ದಿನದಿಂದ ನಾವು ದಿನನಿತ್ಯದ ಕೆಲಸಗಳಲ್ಲಿ ತಮ್ಮ ಮಕ್ಕಳ ವಿದ್ಯಾಭ್ಯಾಸಕ್ಕಾಗ್ಬೋದು, ತಮ್ಮ ತಂದೆ ತಾಯಿಗಳ ಕೆಲಸ ಆಗ್ಬೋದು, ತಮ್ಮ ದೈನಂದಿನ ಕೆಲಸ ಮಾಡೋದಕ್ಕೆ ಇಂಥ ಧರ್ಮಗುರುಗಳ ಬೋಧನೆಯಿಂದ ಪ್ರಾರ್ಥನೆಯಿಂದ ನಾವು ಈ ಭಾಗದಲ್ಲಿ ಒಳ್ಳೆಯ ಕೆಲಸಗಳನ್ನು ಮಾಡ್ತಾ ಸದಾ ಆಸೀನರಾಗಿ ಕೆಲಸ ಮಾಡ್ತಾಯಿದ್ದೀವಿ. ನಾವು ರೆವರೆಂಡ್ ಥಾಮಸ್ ಕಳ್ಳಕೊಳಂ ಅವ್ರ ಬಗ್ಗೆ ಹೇಳಬೇಕು ಅಂದರೆ ಒಂದು ಕೃಪಾಲಯ ಡೇ ಇರ್ಬೋದು, ಒಂದು ಆಶ್ವಾಸ ಇರ್ಬೋದು, ಯಾವುದೇ ಒಂದು ಕೆಲಸಗಳಲ್ಲಿ ಅವರು ಯಾವುದೇ ಒಂದು ಕೆಲಸ ಕಾರ್ಯಕ್ರಮಗಳಾದರೂ ನಮಗೆ ಕರೆದು ಇಂಥ ಕೆಲಸಗಳಲ್ಲಿ ಭಾಗವಹಿಸಿ ಅಂತಾರೆ. ನಾವು ಏನೇ ಕಷ್ಟ ಸುಖ ಈ ಭಾಗದಲ್ಲಿ ಕೆಲಸಗಳಿದ್ರು ನಾವು ಹೋಗಿ ಫಾದರ್ ಅವ್ರ ಹತ್ರ ಮೀಟ್ ಆಗ್ತೀವಿ. ಅವರು ಸಂತೋಷವಾಗಿ ನಗುತ್ತಾ ಯಾವ ಕೆಲಸಗಳಿಲ್ವಿ ಅವ್ರ ಕೈಯಲ್ಲಿ ಆದಷ್ಟು ಎಲ್ಲ ಒಳ್ಳೆಯ ಕೆಲಸಗಳಿಗೂ ನಮ್ಮ ಸದಾ ಪ್ರೋತ್ಸಾಹ ಕೊಟ್ಟು ಈ ಭಾಗದಲ್ಲಿ ಹಿಂದೆ ಇದ್ದಂಥ ಧರ್ಮಗುರುಗಳು ಮ್ಯಾಥ್ಯೂ ಫಾದರ್ ಅವರು ಅಷ್ಟೇ ಆಗ್ಬೋದು, ಅವರು ಅಷ್ಟೇ ಅತ್ಯುತ್ತಮವಾದಂಥ ನಾವೇನು ಅಂದರೆ ವಾಸ್ತು ಅಂತೀವಿ ಈ ಭಾಗಕ್ಕೆ. ಯಾಕಂದರೆ ಒಳ್ಳೆಯ ಒಂದು ದೇವಾಲಯ, ಆ ದೇವಾಲಯ ಮುಖಾಂತರ ಈ ಭಾಗಕ್ಕೆ ಬಂದವರು ಒಳ್ಳೆ ನಗುತ್ತಾ ಒಳ್ಳೆ ಪ್ರಾರ್ಥನೆ ಒಳ್ಳೆ ಬೋಧನೆಯೊಂದಿಗೆ ಈ ಜನಗಳ ನಮ್ಮ ಸುಖ ಸಂತೋಷಗಳಲ್ಲಿ ಫಾದರ್ಸ್ರವರ ಕೊಡುಗೆ ಅತ್ಯುತ್ತಮವಾದಂಥ ಕೊಡುಗೆ ನೀಡ್ತಾ ಈ ಭಾಗದಲ್ಲಿ ಏನೇ ಒಂದು ಅಂಗಡಿ ಮತ್ತು ಮನೆ ಯಾವುದೇ ಒಂದು ಕೆಲಸ ಕಾರ್ಯಗಿದ್ರು ಫಾದರ್ಸ್ರವ್ರು ನಗುತ್ತಾ ಬಂದು ಕೆಲಸ ಕಾರ್ಯಗಳಲ್ಲಿ ತೋಡಿಸ್ಕೊಂಡು ತಮಗೆಲ್ಲರಿಗೂ ಒಳ್ಳೆಯದನ್ನಾಗಲಿ ಅಂತೀವಿ. ನಾವು ಫಾದರ್ ಅವ್ರಿಗೆ ಹೇಳ್ತೀವಿ,
ಸಿಲ್ವರ್ ಜೂಬ್ಲಿ ಮಾಡಿದ್ದೀರಾ, ಗೋಲ್ಡನ್ ಜೂಬ್ಲಿ ಮಾಡಲಿ, ಶತಾಯಿ ಅಂದರೆ 100 ವರ್ಷ ಬಾಳುವಂಥ ಆರೋಗ್ಯವಾಗಿರುವಂಥ ಕೆಲಸ ನಮ್ಮ ಮಾತಾಡ್ಸೋದ್ರಿಂದ ಬಂದು ಅವರು ಈ ರಾಜ್ಯಕ್ಕೆ ಮತ್ತು ಈ ರಾಷ್ಟ್ರಕ್ಕೆ ಒಳ್ಳೆಯ ಕೊಡುಗೆ ನೀಡುವಂಥ ಧರ್ಮಗುರುಗಳಾಗಲಿ, ಅವರ ಪ್ರಾರ್ಥನೆಯಿಂದ ನಾವೆಲ್ಲ ಒಳ್ಳೆಯ ಸುಖ ಸಂತೋಷ ನೆಮ್ಮದಿಯಿಂದ ಇರಲಿ. ಈ ಅವಕಾಶ ಮಾಡಿಕೊಟ್ಟ ತಮ್ಮೆಲ್ಲರಿಗೂ ಧನ್ಯವಾದ ತಿಳಿಸ್ತಾ, ಮುಖ್ಯವಾಗಿ ನಮ್ಮ ರೆವರೆಂಡ್ ಧರ್ಮಗುರುಗಳಾದ ಥಾಮಸ್ ಕಲ್ಲುಕುಳಂ ಅವರು ಆರೋಗ್ಯವಾಗಿ ಇನ್ನೂ ಹೆಚ್ಚಿನ ಒಂದು ಒಳ್ಳೆಯ ಕೆಲಸಗಳನ್ನು ಮಾಡ್ತಾ ಅವರ ಪ್ರಾರ್ಥನೆಯಿಂದ ನಾವು ದಿನನಿತ್ಯದ ಕೆಲಸಗಳಲ್ಲಿ ಅಸಂಭ್ರಕ್ಕಾಗಿ ಸಂತೋಷವಾಗಿ ಇರುವಂಥ ಕೆಲಸ ಆಗಲಿ ಅಂತ ಹೇಳ್ತಾ ನಾನು 2 ಮಾತು ಮುಗಿಸ್ತೇನೆ. ಜೈ ಹಿಂದ್, ಜೈ ಕರ್ನಾಟಕ. And the Chancellor of Christ University and the Rector of Dharmaram College. Let me now invite Reverend Dr. Thomas Aikara, CMI, to felicitate our jubilary. പ്രിയങ്കരനായ അഭിവന്യ പിതാവേ, ഇന്ന് ജൂബിലി ആഘോഷിക്കുന്ന പ്രിയപ്പെട്ട തോമസ് കല്ലുകളമച്ച, മണ്ഡ്യാരൂപതയുടെ വികാരിൻ്റെ ബഹുമാനപ്പെട്ട മാത്യു കോയിക്കിരച്ച, പ്രൊഫസർ ജെയിൻ മാത്യു, പ്രൊഫസർ ടോമി കല്ലറിക്കൽ, ശ്രീ മഞ്ജുനാഥ്, പ്രിയ ബഹുമാനപ്പെട്ട വൈദികരെ, സന്യാസിനി സഹോദരിമാരെ, സെൻറ് തോമസ് ഇടവകയിലെ പ്രിയപ്പെട്ട എൻ്റെ എല്ലാ അംഗങ്ങളെ, സുഹൃത്തുക്കളെ, ഇന്ന് നാം എല്ലാവരും സാഘോഷം തോമസ് കല്ലുകളച്ചൻ്റെ വൈദിക പട്ടത്തിൻ്റെ 25ാമത്തെ വർഷം ആചരിക്കുകയാണ്, രജത ജൂബിലി. വളരെ കെങ്കേമമായിട്ട് സെൻറ് തോമസ് ഇടവക എന്ത് ചെയ്താലും ഇതുപോലെയാണ്. പറ്റിയ ട്രസ്റ്റീസിനെ കിട്ടും, പറ്റിയ അസിസ്റ്റൻസ് അച്ഛന്മാരെ കിട്ടും. എപ്പോഴൊക്കെ ഞാൻ ഈ സ്റ്റേജിലേക്ക്, ഈ മൈക്കിലേക്ക് വരുന്നു, അപ്പോഴൊക്കെ എനിക്ക് വളരെയേറെ അഭിമാനം, വളരെയേറെ സന്തോഷം തോന്നിയ ഒരു സദസ്സാണ് സെൻറ് തോമസ് ഫൊറോന പള്ളിയിലെ ഇടവക സമൂഹം, ദീപികാരൻ്റെ സമൂഹം. വളരെ വൈബ്രൻ്റായി പോകുന്ന ഒരു സമൂഹം. തോമസ് അച്ഛൻ്റെ ആഗമനത്തോടു കൂടി ഈ വൈബ്രൻ്റായ സെൻറ് തോമസ് മഹാ ഇടവക അല്പം കൂടി മനോഹരമായി, അല്പം കൂടി ശക്തിമത്തായി. ആദ്യം തന്നെ എല്ലാവരുടെയും പേർക്ക്, ഇവിടെ കുട്ടിക്ക് എല്ലാവരുടെയും പേരിൽ, പ്രത്യേകിച്ച് അഭിവന്യ പിതാവിൻ്റെ പേരിൽ, ധർമാരാം കോളേജിലെ എല്ലാ അച്ഛന്മാരുടെയും വൈദിക സ്റ്റുഡൻസിൻ്റെയും പേരിൽ തോമസ് അച്ഛന് വളരെ ആത്മാർത്ഥമായ ജൂബിലിയുടെ മംഗളങ്ങളും പ്രാർത്ഥനാശംസകളും നേരുകയാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ ആദ്യം ഉപയോഗിച്ചത് താങ്ക് ഗോഡാണ്. എനിക്ക് തോന്നുന്നു ഇന്ന് തമ്പുരാന് നന്ദി പറയേണ്ട അനന്യമായ ശുഭദിനമാണിന്ന്. അദ്ദേഹത്തോടു കൂടി, അദ്ദേഹത്തിന് വേണ്ടി തോമസ് കല്ലുകളം അച്ഛനാകുന്ന അതിമനോഹരമായ ദാനം, എ ബണ്ടിൽ ഓഫ് ബ്ലെസ്സിങ്സ്, ധാരാളം അനുഗ്രഹങ്ങളുടെ സമാഹാരമാണ് തോമസ് അച്ഛൻ. പിതാവ് പറഞ്ഞ പോലെ തോമസ് അച്ഛനെ എനിക്ക് പല വർഷങ്ങളായിട്ട് അടുത്ത പരിചയമുണ്ട്, വിദ്യാർത്ഥിയായിട്ടും വൈദികനായിട്ടുമെല്ലാം. നല്ല ഉത്തമനായ ഒരു സന്യാസ വൈദികൻ, നല്ല അഗാധമായ ആധ്യാത്മികതയുടെ ഉടവ, സുന്ദരമായ അറിവുള്ള ഒരു അച്ഛൻ, വായിക്കുന്ന അച്ഛൻ, പഠിക്കുന്ന വൈദികൻ. അതേക്കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് വളരെയേറെ കാര്യങ്ങൾ പറയാം. പക്ഷേ എനിക്ക് തോന്നുന്ന ആശംസകളൊക്കെ 3 അല്ലേ 4 മിനിറ്റ് പറയേണ്ടത്. എനിക്ക് 5 മിനിറ്റ് തന്നെ, 5 മിനിറ്റ് ഞാൻ എടുക്കുന്നില്ല, അത് കുറച്ചേ ഞാൻ എടുക്കുന്നുള്ളൂ. അതിൻ്റെ പേരിൽ എനിക്കിങ്ങനെ വാചാലമായ വളരെയേറെ കാര്യം പറയുവാനുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഒറ്റ വാക്ക് ഞാൻ പറയും, ഹീ ഈസ് എ ഇൻ്റഗ്രേറ്റഡ് പ്രീസ്റ്റ്, എ പ്രീസ്റ്റ് വിത്ത് സെൻസ് ഓഫ് ഡീപ് സെൻസ് ഓഫ് ഇൻ്റഗ്രേഷൻ. അദ്ദേഹത്തിൻ്റെ ഈ സെൻറ് തോമസ് ഇടവകയിലെ സംഭാവനകളൊന്ന് ചെറുതായി നോക്കിയാൽ കാണാൻ സാധിക്കും ഹൗ ഇൻ്റഗ്രേറ്റഡ് ഹി വാസ് ഇൻ ഹിസ് അപ്രോച്ച്, ഓൾ വാട്ട് ഹി ഡിഡ്. അദ്ദേഹത്തിൻ്റെ പ്രധാന ശക്തി സ്രോതസ് എൻ്റെ വിനീതമായ അറിവിനും കാഴ്ചപ്പാടിനും സക്രാരിയാണ്. ഈ ഇവിടുത്തെ ചെറിയ ആരാധനാലയം എന്നെ വിളിച്ചാൽ അദ്ദേഹം ഒരു വലിയ ആശീർവാദം നടത്തുക. വളരെയേറെ സന്തോഷം. ഞാനിവിടെ വരുമ്പോൾ അവിടെ പ്രാർത്ഥിക്കാൻ പോകാറുമുണ്ട്. എനിക്ക് വളരെയേറെ സന്തോഷം നൽകിയ ഒരു അവസരമായിരുന്നു അത്. അങ്ങനെ ആരാധനാ ആലയം മുതൽ ഈ ഇടവകയ്ക്ക് ആവശ്യമായ എല്ലാവിധ സംരംഭങ്ങളിലും അജപാലനം, വിശ്വാസ പരിശീലനം, മറ്റ് കാറ്റഗിസം, യൂത്ത്, സ്റ്റാർട്ട്, ഇവിടെ പറഞ്ഞാണ്, ഞാൻ ആവർത്തിക്കുന്നില്ല. അങ്ങനെ ഒറ്റ വാക്കിൽ വിവിധ മേഖലകളെ സുന്ദരമായി സമന്വയിക്കുന്ന അതിമനോഹരമായ, അതായത് പറയുക, പ്രീസ്റ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ. ആധ്യാത്മികത മാത്രമല്ല, പള്ളി മാത്രമല്ല, ഉപദേശം മാത്രമല്ല, മനുഷ്യർക്ക് ആവശ്യമുള്ള എല്ലാ മേഖലകളെയും സുന്ദരമായി ഒന്നിപ്പിക്കുന്ന അതിമനോഹരമായൊരു കാഴ്ചപ്പാട്. അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ഈ ബോധിവൃക്ഷമാകുന്ന സക്രാരിയിൽ നിന്നാണ്.
ബുദ്ധൻ എവിടെയാണ് ബോധോദയം കിട്ടിയത്? ബോധോദയം ബോധിവൃക്ഷത്തിൻ്റെ അടിയിലിരുന്നാണ്. എനിക്ക് തോന്നി തോമസ് അച്ഛന് അദ്ദേഹത്തിന് കിട്ടുന്ന ഈ ബോധമൊക്കെ ഉണ്ട്, ബോധോദയം അഥവാ ഈ സൂക്ഷ്മമായ തീക്ഷ്ണത, അതിലേറെ അതിമനോഹരമായ വിശാലമായ വിശിഷ്ടമായ കാഴ്ചപ്പാടുകൾ, ധാരാളം സ്വപ്നങ്ങൾ. അല്ലെങ്കിൽ ശാന്തനായ വൈദികനാണ്. വലിയ കുട്ടും കുരുവയും ഒന്നുമില്ല, ബഹളമൊന്നുമില്ല, ശാന്തമായി സംസാരിക്കുന്നു, ശാന്തമായി നടക്കുന്നു, ശാന്തമായ കാര്യങ്ങൾ ചെയ്യുന്നു. പക്ഷേ സ്ഥായിയായ കാര്യങ്ങൾ, ശാന്തമാണ് എന്നാൽ സ്ഥായിയായ കാര്യങ്ങൾ, ജനങ്ങൾക്ക് ഉപകാരം ഉണ്ടാകുന്ന കാര്യങ്ങൾ, ഇടവക ജനത്തെ അഗാധമായി സ്നേഹിക്കുന്ന ഒരു വൈദികൻ. അങ്ങനെ ഞാൻ പറയും, അദ്ദേഹം ജോലിയായിട്ട് ഞങ്ങൾ ഒരുമിച്ചാണ് ഇവിടെ വരിക എന്ന് പറഞ്ഞാൽ, ഞാൻ ഇനി ജോലിക്ക് വന്നപ്പോൾ 6 വർഷം മുൻപ് അദ്ദേഹം എറണാകുളത്ത് വെച്ചാണ് കാണുന്നത്. ഈ അനൗൺസ്മെൻറ്റ് കഴിഞ്ഞിട്ട് അദ്ദേഹം ഉടനെ വികാരിയായിട്ട് വരും. അപ്പോൾ ഞാൻ പറയും, തോമസ് നമുക്ക് ഒരുമിച്ച് ഇനി ധർമാരാമിലേക്ക് പോകാം. ഞാൻ പല പ്രാവശ്യം വന്നു പോയതാണ്, ഒരുമിച്ച് പോകാം. നമ്മൾ ഒരുമിച്ചാണ് ഇവിടെ തുടങ്ങിയത്. അപ്പോൾ എനിക്ക് വളരെ സന്തോഷമായിരുന്നു. പിന്നെ ഞാൻ കേട്ടപ്പോൾ അദ്ദേഹമാണ് ഇവിടുത്തെ വികാരിയെന്ന്. കാരണം ധർമാരാം കോളേജുമായിട്ട് വളരെ അവിഭാജ്യമായി ബന്ധപ്പെട്ട് പോകുന്ന ഒരു ഇടവകയാണ് സെൻറ് തോമസ് പാരീഷ്. ഇവിടെ തോമസ് അച്ഛൻ കല്ലുകളോശൻ അങ്ങോട്ട് വരുന്നത് കേട്ടപ്പോൾ ഐ വാസ് ഇമ്മൻസ്ലി ഹാപ്പി. കാരണം കുട്ടികളുമായി ഇടപഴകാൻ, കുട്ടികളുടെ ഫോർമേഷൻ, കുട്ടികളെ ഞാൻ പറഞ്ഞാൽ ഷമ്മാശന്മാർ, ധർമാരാമിലെ ബ്രദേഴ്സ്, അവരുടെ ഫോർമേഷനെ പറ്റി അദ്ദേഹത്തിന് വളരെ ഗാഠമായ ദർശനമുണ്ട്, അതിമനോഹരമായ ബന്ധമുണ്ട്, വളരെയേറെ താല്പര്യമുണ്ട്. നമുക്ക് വിവിധ ഇടവകളുണ്ട്, നമ്മുടെ ഷമാശന്മാർ വളരെത്തിപ്പോൾ ജോലി ചെയ്യുന്നുണ്ട്. പക്ഷേ തോമസ് അച്ഛൻ വളരെ നിർബന്ധമായിട്ട് പറയാറുണ്ട്, ഷമാശന്മാരുടെ കൊച്ചച്ഛന്മാരുടെ അവരുടെ ഫോർമേഷന് പരിശീലനത്തിന് വിഘാതമായി ഒരു സേവനവും ഞങ്ങൾക്ക് ആവശ്യമില്ല, എനിക്ക് ആവശ്യമില്ല. അപ്പോൾ ഞാൻ എവിടെയും അദ്ദേഹത്തെ അവിടെ ശ്ലാഘിച്ച് സംസാരിക്കാറുണ്ട് ധർമാരാമിൻ്റെ കാഴ്ചപ്പാടിൽ. അങ്ങനെ ധർമാരാം വിദ്യാർത്ഥികളുടെ ഭാവി പരിശീലനത്തെക്കുറിച്ചായാലും ഭാവിയെപ്പറ്റി വളരെയേറെ ശ്രദ്ധയുള്ള ഒരു നല്ല വൈദിക സുഹൃത്താണ് ബഹുമാനപ്പെട്ട തോമസ് കല്ലുകളച്ചൻ. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ഞാൻ പറയല്ലോ, അദ്ദേഹം പ്രീസ്റ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ എല്ലാം. അതുപോലെ സക്രാരിയാകുന്ന ബോധിവൃക്ഷത്തിലേക്ക് ചൂട്ടിലിരുന്നാണ് അദ്ദേഹം ശക്തി സംഭരിച്ചത്. അദ്ദേഹത്തിൻ്റെ സുവനീർ പുസ്തകം അത് തന്നെയാണ്. ദിവികാരനിൽ നിന്നും കരുത്ത് ആർജിക്കുന്ന ഒരു ഉത്തമനായ സന്യാസ വൈദികൻ. ഞാൻ ആവർത്തിക്കുകയാണ് വാചകം. ദിവികാരനിൽ നിന്നും കരുത്ത് ആർജിക്കുന്ന വിനീതനായ, ശാന്തനായ, നല്ല സ്വപ്നങ്ങളുള്ള, സർഗാത്മകതയുള്ള, സമഗ്രതയുള്ള ഒരു നല്ല സന്യാസ വൈദികൻ. അദ്ദേഹത്തിന് വേണ്ടി ഞാൻ തമ്പുരാൻ നന്ദി പറയുന്നു. നിങ്ങളോട് അദ്ദേഹത്തെ ആശംസകൾ അർപ്പിക്കുന്നു. അദ്ദേഹത്തിനോട് പ്രാർത്ഥിക്കുക. അദ്ദേഹം ദീർഘകാലം ഇതുപോലെ അദ്ദേഹം എവിടെല്ലാം ജോലി ചെയ്തു അവിടെയൊക്കെ വളരെ സുന്ദരമായി ജോലി ചെയ്തു. നല്ല നല്ല കാഴ്ചപ്പാടുകളോടി നല്ല മുദ്ര പതിച്ചു പോയ ആളാണ്. ഇവിടെയും അതുപോലെ തന്നെ ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിന് എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും നേരുന്നു. ഒരിക്കൽ കൂടി അദ്ദേഹത്തിന് വേണ്ടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ആശംസകൾ അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. And members of St. Thomas Foreign Church family, I consider this a great honor to have been asked to felicitate on behalf of the parishioners of St. Thomas Foreign Church, our beloved vicar, Reverend Father Thomas Kallugalam, on the occasion of the Silver Jubilee celebrations of his priestly ordination. A couple of weeks back, when Father Justin, the assistant vicar, asked me to prepare a felicitation speech, I thought to myself, what should I say about our beloved vicar on this occasion? I asked my wife what I should say. She, as always, came out with the best answer. Tell them, she said, that he is a happy priest. But when I thought deeply about what makes his priesthood, I think it is more than just happiness, something wider and deeper. It is joy. As a French writer, Leon Bloy once said, joy is the most infallible sign of the presence of God. Having known Father Thomas for the past 6 years and having worked with him very closely for 2 years, I have seen this joy in our Father Vicar, and I can vouch for it. Joy brings us closer to God, and a joyful priest magnifies that by bringing with that joy a sense of the holy, a sense of God's grace at work. Cardinal Michael Dolan, the Archbishop of New York, once said, joy in the priesthood comes from responsibility, a committed prayer life, a sense of sacrifice, and something else. That something else is
pure love. This joy of Father Kallugalam, the joy of every priest for that matter, is the joy of a man in love with his vocation, in love with his people, and above all, in love with his God. The story of priesthood, I believe, is a love story. It is about falling in love with God who loves you and feeling that love so deeply that you want to spend your life bringing it to others in the most simple but profound ways. In drops of water, in crumbs of bread, in the sign of the cross in the confessional, or at a bedside. It is about falling in love with news, the good news that you cannot help but share it with the world. It is about loving those around you so much that you want to share that news with them, the promise and hope of eternal life. You want to bring them the sacraments. You want to keep them closer to God, and you want to laugh with them, pray with them, grieve with them, and hope with them. Being a priest means you love people and your faith so much that you want to bring Christ to them. Yes, being a priest is a love story. And how blessed we, the parishioners of St. Thomas Foreign Church, have been, because Father Thomas Kallugalam has been here to share that love story with us for the past 6 years. We have been a part of it, and he has been a part of us. It is this love for his people that made an ordinary priest from a village near Changanasheri to come all the way to this cosmopolitan city to take up a new role as a parish priest of the biggest Syro-Malabar parish in Bangalore. And we all are witness to the tremendous change he brought about in this parish at the spiritual level, infrastructural level, financial level, and above all, in the lives of thousands of people in the parish. The Adoration Chapel he built, the annual Catechism Students Retreat he initiated, the various parish associations he fondly nurtured, the altar he rebuilt, the financial turnaround he achieved in our parish, the training ground he set up for the youth of our parish in the form of START, and many more initiatives he has brought about in our parish, I believe, is a result of this love for Christ he holds very close to his heart. And this love story of Father Thomas will not be complete without remembering his love, concern, and mercy for the poor and the downtrodden of our parish and the Bangalore society at large. The 2 years I worked with him has made me witness to the numerous occasions when he goes out of the way to help the poor and the suffering. His conviction and commitment to causes which he feels are for the general good of the parishioners has been amazing. Once when I asked him what makes him going in times of adversity, he told me, "Tommy sir, if I am convinced it is the will of God and my rector tells me to go ahead, then nothing can stop me from achieving it." It is this single-minded dedication that has made Father Thomas Kallugalam live his own love among us and with us. His vocation, like the vocation of any other Catholic priest, is the reminder of God's love at work in our lives. It is something we should all celebrate. It is a cause for his joy and ours too. As St. Paul says, heaven means seeing God face to face. Only a Catholic priest readies us for this kind of heaven. Why? Because without the Catholic priest, no transformation divinize, no sacraments